എന്തിനും ഏതിനും ഈക്വാലിറ്റി ആവശ്യപ്പെടുന്നവരാണ് നമ്മൾ. പക്ഷേ ഈക്വാലിറ്റി എന്ന പേരിൽ ഒരു ഫീമെയിൽ ഡോമിനൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ തന്നെ ചിലർ ചാടി വരാൻ സാധ്യതയുണ്ട്. സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അവരോടായിട്ട് ഞാൻ പറയട്ടെ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുകയും തുറന്ന് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവർക്ക് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇനി നിങ്ങൾ എന്നെ ഫെമിനിസ്റ്റായിട്ട് കണ്ടാലും മെയിൽ ഷോവനിസ്റ്റായി കണ്ടാലും അതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം ഞാനത് രണ്ടുമല്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. ചില സത്യങ്ങൾ പറയുമ്പോൾ അത് ചിലർക്ക് അപ്രിയമായി തോന്നാം. അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. നിങ്ങൾ ആദ്യം ഈ വീഡിയോ മുഴുവൻ കാണുക. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമൻറ്റായി ഇടുക, സഭ്യമായ ഭാഷയിൽ. സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതേ അവകാശങ്ങളുള്ള പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പോൾ പുരുഷന്മാർക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്, അവരല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത് എന്നൊരു ചിന്തയാണെങ്കിൽ മുന്നോട്ടൊന്ന് കേൾക്കണം. ഏതൊരു കാര്യത്തിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്. പ്രണയിച്ച പുരുഷൻ വഞ്ചിച്ച പെൺകുട്ടിയുടെ വാർത്തകൾ കേട്ട് സഹതപിക്കുന്നവർ, ആത്മാർത്ഥമായി സ്നേഹിച്ച ശേഷവും ചതിയും റിജക്ഷനും നേരിടേണ്ടി വരുന്ന ആൺകുട്ടികളുടെ വാർത്തകൾ നോർമലൈസ് ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. തേപ്പെന്ന ഓമന പേരിൽ ആ വേദനയെ അവരങ്ങ് ഒതുക്കും. വിവാഹ വാഗ്ദാനം നൽകി പുരുഷനെ പറ്റിക്കുന്ന, പരമാവധി മുതലെടുക്കുന്ന, അതിനുശേഷം മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ ചതിയുടെ കഥകളൊന്നും ആരും ചർച്ച ചെയ്യപ്പെടാറില്ല. പല പെൺകുട്ടികളും ലൈംഗികമായ പീഡനത്തിന് ഇരയാകുന്നത് പോലെ തന്നെ ആൺകുട്ടികളും ലൈംഗികമായ അസൾട്ടിന് ഇരയാകുന്നുണ്ട്. ഇനി വിവാഹത്തിലേക്ക് വരാം. പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ചില പുരുഷന്മാരുടെ യഥാർത്ഥ അവസ്ഥയാണ് കാണിക്കുന്നത്. പക്ഷേ കണ്ണു മാത്രമല്ല, വായും ചെവിയും എല്ലാം കെട്ടിവെക്കേണ്ട അവസ്ഥയാണ് പലർക്കും. ആരും അവരെക്കുറിച്ചിട്ട് ഒരാളും സംസാരിക്കാറില്ല. ഭർത്താവിൻ്റെ സംശയരോഗവും ഭാര്യയുടെ മേലുള്ള കൺട്രോളും എല്ലാം ടോക്സിക് ആണെന്ന് പറയുമ്പോൾ ഇതേ സംശയരോഗവും പുരുഷൻ്റെ മേൽ കൺട്രോളും അടിച്ചേൽപ്പിക്കുന്ന സ്ത്രീകൾ പൊസസീവായി മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാണ്? അവരും ടോക്സിക് അല്ലേ? ഈ പേഴ്സണൽ ടോക്കുകൾക്കിടയിൽ ഒരുപാട് ആൺ സുഹൃത്തുക്കൾ എന്നോട് പങ്കുവയ്ക്കുന്ന കാര്യമാണ് വിവാഹത്തോടെ അവർക്ക് നഷ്ടപ്പെടുന്ന സ്വാതന്ത്ര്യം എന്ന വിഷയം. പെൺസുഹൃത്തുക്കളായ സഹപാഠികളെയോ സഹപ്രവർത്തകരെയോ കൂട്ടുകാരെയോ ഒന്ന് കണ്ട് സംസാരിച്ചാലോ വീട്ടിലിരുന്ന് ഫോൺ ചെയ്താലോ പോലും ഇമോഷണലി ടാർഗറ്റ് ചെയ്യുന്ന അവസ്ഥയിലായി പോയവർ ഒരുപാട് പേരുണ്ട്. ഭർത്താവ് ആരെയെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായി നിരന്തരം ഫോൺ ചെയ്യുന്നവരുമുണ്ട്. അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നവർ. സ്റ്റാഫ് ടൂറിനോ ഒഫീഷ്യൽ കാര്യത്തിനോ അല്ലെങ്കിൽ കൂട്ടുകാരോടൊന്നിച്ച് 2 ദിവസം യാത്ര പോകുന്ന ഭർത്താവിൻ്റെ യാത്ര മുടക്കാനായിട്ട് അസുഖം അനുഭവിക്കുന്നവർ പോലും ഉണ്ട് നമുക്കിടയിൽ. എങ്ങോട്ടും ഒറ്റയ്ക്ക് വിടാത്തവർ, മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അടുത്ത് നിന്നും മനഃപൂർവ്വം അകറ്റുന്നവർ, പ്ലേറ്റൊക്കെ എറിഞ്ഞൊടിച്ച് വീടിനുള്ളിൽ പ്രശ്നമുണ്ടാക്കുന്നവർ, എന്തിന് ശാരീരികമായി ഭർത്താവിനെ മർദ്ദിക്കുന്ന ഭാര്യമാർ വരെയുണ്ട് നമുക്ക് ചുറ്റും. ഇത് ഒരു കാറ്റഗറി മാത്രമാണ് കേട്ടോ. വേറൊരു കൂട്ടരുണ്ട്, അവർക്ക് ഭരണമാണ് പ്രധാനം. ഭർത്താവിനെ ഒരു വ്യക്തിയായി പോലും കാണാത്തവരുണ്ട്. ഒരുപക്ഷെ ഭർത്താവിന് ജോലി ഇല്ലാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ സാമ്പത്തികം കുറവായിട്ടുള്ളത് കൊണ്ടാവാം. ഇനി അതൊന്നുമല്ലെങ്കിൽ പോലും സ്വന്തം കാര്യം സിന്ദാബാദായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുമുണ്ട്. അതുപോലെ പല കാരണങ്ങൾ കൊണ്ട് ഭാര്യയെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരുണ്ട്. ഇത്തരക്കാരിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ ഒരു പുരുഷനും ആരോടും പറയാറില്ല. കാരണം സ്നേഹം കൊണ്ടോ കുടുംബം തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം അത് മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നത്. പുരുഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ അവനെ പെങ്കോന്തനായി ചിത്രീകരിക്കാനാണ് സമൂഹം താല്പര്യപ്പെടുന്നത്. സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന നമ്മൾ പുരുഷൻ്റെ വേദനകളൊന്നും ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ആണുങ്ങൾ പൊതുവെ ഒന്നും തുറന്നു പറയാറില്ല. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ അവർ ഒട്ടും പുറത്ത് പറയാറില്ല. എന്നാൽ പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവർ തുറന്നു പറയുന്നു, ചർച്ചകളാകുന്നു, നിയമങ്ങൾ അവർക്ക് അനുകൂലമായി വരുന്നു. ഇരയാക്കപ്പെടുന്ന പെൺകുട്ടിക്ക് സഹതാപ തരംഗമാണ് പ്രശ്നമെങ്കിൽ പുരുഷന്മാർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നത് അവരുടെ പൗരുഷത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നായിട്ടാണ് സൊസൈറ്റി കാണുന്നത്. ശാരീരികമായിട്ട് ആണിനെയും പെണ്ണിനെയും നോക്കുകയാണെങ്കിൽ ആണുങ്ങളായിരിക്കും കൂടുതൽ ശക്തർ. എന്നാൽ ഇമോഷണലി സ്ത്രീയാണ് കൂടുതൽ ശക്തർ. ശാരീരികമായ സംരക്ഷണത്തെക്കാൾ കൂടുതൽ പുരുഷന് വേണ്ടത് മാനസികമായ പിന്തുണയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്ത്രീകളും
പുരുഷന്മാരെ പോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അടിമത്തം അത് ആണിനായാലും പെണ്ണിനായാലും ഒട്ടും ഭൂഷണമല്ല. ഈ അവസ്ഥ മാറണം. ആണും പെണ്ണും തുല്യരാണ്. അതുകൊണ്ട് ആർക്കും പ്രിവിലേജുകളൊന്നും വേണ്ട. നിയമപരമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ സംരക്ഷണം കിട്ടണം. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്ന അവസ്ഥ ഉണ്ടാവരുത്. പുരുഷനും സ്ത്രീക്കും മാറിയ കാലത്തിൽ ഒരുപോലെ വ്യക്തി സ്വാതന്ത്ര്യമുള്ളപ്പോൾ സ്ത്രീക്ക് മാത്രം എന്തിനാണ് പ്രിവിലേജ് നൽകുന്നത്? പുതിയ തലമുറയിലെ സ്ത്രീകളെല്ലാം സ്ട്രോങ് അല്ലേ? പിന്നെന്തിനാണ് സ്ത്രീയെ അബലകളായി കാണുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. നിയമം എന്നത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ നിഷ്പക്ഷമായ സംരക്ഷണം നൽകുന്നതായിരിക്കണം. ഞാൻ ഇതൊക്കെ പറയാനൊരു കാരണമുണ്ട്. ഗുരുതരമായ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടത് സത്യമാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ സ്ത്രീകൾക്ക് അനുകൂലമായ നിയമമാണ് നമ്മളുടേത്. എന്നാൽ ചില അവസരങ്ങളിൽ നിയമപരമായി ഈ പ്രത്യേക അവകാശം ചില സ്ത്രീകൾ കാര്യമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ചില സ്ത്രീകൾ, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നിയമത്തെ എത്രമാത്രം ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ സുപ്രീം കോടതി പോലും പറയുകയുണ്ടായി, ചിലർ പരിചയ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ആയുധമാക്കി മാറ്റുന്നു എന്ന്. ഇതുമൂലം നിരപരാധികളായ ധാരാളം പുരുഷന്മാരുടെ ജീവിതം തകരുന്നുണ്ടെന്നേ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സ്ത്രീക്കും പുരുഷനും തുല്യമായ പ്രാധാന്യം നൽകുന്ന നിയമങ്ങളുണ്ടാവണം. അവൾക്കൊപ്പം എന്നത് വേണം, അതുപോലെ തന്നെ അവനുമൊപ്പം എന്നും വേണം. അതല്ലാതെ ഒരാൾക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്ന ഈ സിസ്റ്റം അത്ര നല്ലതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഈ പറഞ്ഞതൊന്നും എല്ലാ സ്ത്രീകളെയും കുറിച്ചോ എല്ലാ പുരുഷന്മാരെ കുറിച്ചോ അല്ല. അതുപോലെ സ്ത്രീകൾക്ക് നിയമപരമായി സപ്പോർട്ട് നൽകരുതെന്നുമല്ല. ഇങ്ങനെയുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഇതിന് ചോദ്യം ചെയ്യാനായിട്ടൊരു സിസ്റ്റം ഉണ്ടാകണമെന്നും മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ചിലപ്പോൾ ഇതേ അഭിപ്രായമാകാം, അല്ലെങ്കിൽ മറിച്ചാകാം. അതിന് എന്തു തന്നെ ആയാലും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണ്, വ്യത്യസ്തമായിക്കൊണ്ടേയിരിക്കണം. അപ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.